നമസ്കാരം. നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ് നമ്മുടെ വീടിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യുക എന്നത്. അപ്പം അതൊരു വേറിട്ട ചിന്തയാണെങ്കിൽ നമുക്ക് കൂടുതൽ എക്സൈറ്റ്മെൻ്റ് ആവും. അങ്ങനെ ഞാൻ ചിന്തിച്ച ഒരു കാര്യമാണ് വീട് ഫുള്ളി സോളാർ കവേർഡ് ആക്കിയാലോ എന്ന്. അതിനെനിക്ക് പ്രചോദനമായത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നെടുമ്പാശ്ശേരി എയർപോർട്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് ഫുള്ളി സോളാർ പവേർഡ് ആണത്. രണ്ടാമത്തെ പ്രചോദനം എന്ന് വെച്ചാൽ, ഞാൻ ഒരു പ്രവാസിയാണ്. അപ്പോൾ എൻ്റെ ഫ്ലാറ്റിൻ്റെ മുമ്പിൽ പാർക്കിങ്ങിൽ ഇല്യൂമിനേറ്റഡ് റോഡ് സ്റ്റഡ്, സോളാർ റോഡ് സ്റ്റഡ് ഉണ്ട്. ഇപ്പോൾ 8 വർഷമായി ഞാൻ കാണുന്നു. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ അത് കത്തും, രാവിലെ ആകുമ്പോൾ അത് ഓഫ് ആവും. ഈ 8 വർഷമായിട്ട് ഇതൊരു കുഴപ്പമില്ലാതെ ഇങ്ങനെ കണ്ടെന്ന് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു കുഴപ്പമില്ലാതെ. അപ്പോൾ ഇത് രണ്ടുമാണ് എനിക്ക് പ്രചോദനമായത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്തത് ഗൂഗിൾ സെർച്ച് ചെയ്തു, യൂട്യൂബ്, ഫീഡ്ബാക്ക്, റിവ്യൂസ് ഇതെല്ലാം ചെക്ക് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തത് ആലപ്പുഴ ചേർത്തലയിലുള്ള സെഡ്ന സോളാർ പവർ എനർജറ്റിക് പവർ സിസ്റ്റം. ഇതാണ് ഞാൻ സെലക്ട് ചെയ്ത കമ്പനി. അപ്പം ഞാൻ അവരുമായിട്ട് കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു, വീടിൻ്റെ അഡ്രസ്സ് ചോദിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പം അവരുടെ എഞ്ചിനീയർ വീട്ടിൽ വന്ന് സൈറ്റൊക്കെ ചെക്ക് ചെയ്തു. ഇതിന് കുറേ പേപ്പർ വർക്കുകളുണ്ട്, അതൊക്കെ അവർ തന്നെ ചെയ്തു, നമ്മളൊന്നും അറിഞ്ഞില്ല. അതിനുള്ള അപേക്ഷ കൊടുത്തു. ആദ്യം വിസിബിലിറ്റി ടെസ്റ്റ് ഉണ്ട്, അതിന് അപേക്ഷ കൊടുത്തു. ഒരാഴ്ചക്കുള്ളിൽ തന്നെ അതിൻ്റെ റിപ്പോർട്ട് വന്നു. നെക്സ്റ്റ് ഡേ അവർ സാധനം ഇറക്കി പണി തുടങ്ങി. 2 ദിവസം കൊണ്ട് അവർ പണി തീർത്തു കഴിഞ്ഞ് ഇവൻ മഴയത്താന്ന് ഓർക്കണം, 2 ദിവസം കൊണ്ട് പണി തീർത്തു. അത് കഴിഞ്ഞ് പിന്നെ KSEBക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു. പിന്നെ ഒരു പേപ്പർ വർക്ക് KSEBക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു. മീറ്റർ മാറി വെക്കാൻ വേണ്ടി അവർ വന്നു, മീറ്റർ മാർക്ക് ചെയ്തു. എല്ലാം കൂടെ ആകെ 24 ദിവസമാണ് എടുത്തത്. ആക്ച്വലി കൊട്ടേഷൻ പ്രകാരം നമുക്ക് ഇനിയും സ്റ്റില് 1 മന്ത് കൂടെ ഉണ്ട്, സമയമുണ്ട്. ബട്ട് 1 മാസത്തിനുള്ളിൽ അവർ ഫുള്ള് വർക്ക് ഫിനിഷാക്കി. പെർഫെക്റ്റ് വർക്ക്, അല്ലാതെ വേറെ ഒന്നും പറയുന്നില്ല, സുന്ദരമായ വർക്ക്. അതിൽ കൂടുതലൊന്നും പറയാനില്ല. നമ്മൾ കഴിക്കുമ്പം നമ്മുടെ വയറും മനസ്സും നിറയുക എന്ന് പറയത്തില്ലേ, അപ്പം അതുപോലാണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു കാര്യം ചെയ്തപ്പോൾ അതിന് ഔട്ട്കമായിട്ട് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ, ഒരു സംതൃപ്തി, വർക്കിലൊരു സംതൃപ്തി. ഈ ഒരു മാസത്തിനിടയ്ക്ക് എനിക്ക് ഒരിക്കലും അവരോട് ചോദിക്കേണ്ടി വന്നിട്ടില്ല, നിങ്ങൾ എന്ന് പണിയും, എന്ന് വർക്കിന് വരും എന്നും ചോദിക്കേണ്ടി വന്നിട്ടില്ല. അവർ ഒരു ബിസിനസ് മൈൻഡഡ് ആണെന്ന് എനിക്ക് ആദ്യമേ തോന്നിയില്ല. കാരണം അവർ പൈസയുടെ ഒന്നും കാര്യം ഞാൻ അങ്ങോട്ട് പറയുകയാണ്, പൈസ ഞാൻ ഇന്ന് അടയ്ക്കട്ടെ, നാളെ അടയ്ക്കട്ടെ എന്ന് അങ്ങോട്ട് പറയുക. കാരണം വർക്ക് ഫിനിഷ് ആയി കഴിഞ്ഞു. അപ്പം നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സാറ്റിസ്ഫാക്ഷൻ. അപ്പം ഇപ്പം നല്ല ഫുള്ളി ദിവസം 11 കിലോവാട്ട്, 11 പോയിന്റ് സംതിങ്, ഇപ്പം മഴക്കാലമായിട്ട് 11 പോയിന്റ് സംതിങ് കിലോവാട്ടിൽ നല്ല പവർ ജനറേഷനിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പം എനിക്കിവിടെ നിന്ന് അത് സോളാർമാൻ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വഴി എല്ലാം അത് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാ വർക്കും എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. വൈഫൈ കണക്റ്റഡ് ആണ്. ഇതിൻ്റെ അതുകൂടെ നമുക്ക് ടോട്ടൽ കൺസപ്ഷൻ, ടോട്ടൽ ജനറേഷൻ, എത്ര ഡിഗ്രി ചൂടുണ്ട്, ഗ്രാഫുകൾ, സൺറൈസ്, സൺസെറ്റ്, ഇതെല്ലാം നമുക്കറിയാൻ സാധിക്കും. പിന്നെ പ്രധാനമായും ഇതൊരു 2 പാർട്ടികൾ മാത്രമുള്ള ഡീലിങ്സ് അല്ല. ഇതിൻ്റെ അകത്ത് 3ാമതൊരു പാർട്ടി കൂടെ ഇൻവോൾവ് ആണ്. അത് KSEB ആണ്. KSEBയിലെ എഞ്ചിനീയേഴ്സ് ഫൈനലി വന്ന് ഇൻസ്പെക്ഷൻ ചെയ്ത് എല്ലാ പ്രോട്ടോക്കോളും ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി അതിൻ്റെ അവർ മീറ്റർ മാറ്റി വെക്കുമ്പോഴാണ് ഈ പ്രോസസ്സ് ശരിക്കും സ്റ്റാർട്ടാവുക. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വൈദ്യുതി ബില്ല് ഇല്ലാതാക്കൽ മാത്രമല്ല, ഒരു പ്രകൃതിയോടൊരു ഇണങ്ങിച്ചേരൽ. അതാണ് ഞാൻ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്ന വേറൊരു കാര്യം. പിന്നെ അതിനെന്നെ സഹായിച്ച സെഡ്ന സോളാറിലെ മിസ്റ്റർ അഖിൽ, മിസ്റ്റർ അനൂപ്, അതുപോലെ എല്ലാ കോവർക്കേഴ്സിനും ഒത്തിരി നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.